പൂർണ്ണമായും കടിഞ്ഞാൺ മുറുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു BJP ആണ് ഇത്തവണ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഘടകകക്ഷികൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാഹചര്യം. ഇനി ഒരു തീരുമാനം നടപ്പാക്കുമ്പോഴും ഒരു അജണ്ട സെറ്റ് ചെയ്യുമ്പോഴും ഒക്കെ പൂർണ്ണമായും സഖ്യകക്ഷികളുടെ കൂടെ പിന്തുണ ഉറപ്പാക്കേണ്ട ഒരു സാഹചര്യം BJPക്കുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഈ രാഷ്ട്രീയ നിരീക്ഷകന്മാരും എതിർകക്ഷികളും ഒക്കെ പറയുന്നത് പോലെ മോദി 3.0യ്ക്ക് അത്രത്തോളം തിളങ്ങാൻ ഇത്തവണ കഴിയുമോ എന്നുള്ള സംശയം പല കോണിൽ നിന്നും വിമർശകർ ഉന്നയിക്കുന്നുണ്ടല്ലേ? ആര്യ, കഴിഞ്ഞ രണ്ട് സർക്കാരിൽ നിന്ന് ഈ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്നത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തും കൃത്യമായ ഭൂരിപക്ഷം BJPക്ക് മാത്രമുണ്ടായിരുന്നു. NDAക്കല്ല, BJPക്ക് മാത്രമുണ്ടായിരുന്നു. ഒന്നാം മോദി സർക്കാരിൽ 282, രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് 303. പക്ഷേ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി 32 അംഗങ്ങളുടെ കുറവ് BJPക്കുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് 240 അവരുടെ അംഗബലം. അപ്പോഴാണ് ഈ ഘടകകക്ഷികളുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. TDPക്ക് 16 അംഗങ്ങൾ, JDUവിന് 12 അംഗങ്ങൾ. നിലവിലെ കൂട്ടുകക്ഷി സർക്കാരിൽ നിർണായകമായ 2 നമ്പറുകളാണത്. അതായത് ഈ 2 പാർട്ടികൾ ചേരുമ്പോൾ 28 അംഗങ്ങൾ വരും. അവിടെയാണ് BJPക്ക്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുന്നത്. കാരണം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നോട്ടെ, അതിനുശേഷം കഴിഞ്ഞ 10 വർഷക്കാലം പ്രധാനമന്ത്രി ആയിക്കോട്ടെ, അപ്പോഴൊന്നും നേരിടാത്ത ഒരു പരീക്ഷണം പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ രണ്ടിടത്തും ഇത്രയും നാൾ ഭരിച്ചിരുന്നത് കൃത്യമായ ഭൂരിപക്ഷത്തോടെയായിരുന്നു. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതും ഏകപക്ഷീയമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പ്രത്യേകിച്ച് BJPയുടെ ഒക്കെ ചില പ്രഖ്യാപിത നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് ഏകപക്ഷീയമായിരുന്നു. അങ്ങനെ ആ സ്ഥിതിയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ സ്വാഭാവികമായും മാറ്റം വരുത്തേണ്ടി വരും. TDP ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട്, സംവരണ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സംവരണം അടക്കമുള്ള വിഷയങ്ങളിൽ മാറ്റം വരുത്താൻ അനുവദിക്കില്ല. അത് TDP പ്രചാരണ യോഗത്തിൽ ചന്ദ്രബാബു നായിഡു പറഞ്ഞതാണ്. ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന രാംമോഹൻ നായിഡു പോലും സമാനമായ പരാമർശം ഇന്ന് നടത്തുകയും ചെയ്തു. JDUവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ JDUവും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന് ജാതി സെൻസസ് അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒപ്പം മറ്റു ചില കാര്യങ്ങളിൽ കൂടി JDUവും അവരുടെ ആശങ്കകൾ ഇതിനോടകം തന്നെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടുകക്ഷി സർക്കാരാകുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി അറിഞ്ഞ ശേഷം, അല്ലെങ്കിൽ അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ നയപരമായ തീരുമാനങ്ങളിലേക്ക് കടക്കാൻ ഈ സർക്കാരിന് കഴിയൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും അവരെ കൂടി ഒപ്പം കൂട്ടി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയാണ് ഇപ്പോൾ അതിനുശേഷം സംസാരിച്ചത്. അതിലൊന്ന്, ഏറ്റവും ആദ്യം BJP ദേശീയ ആസ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഉപയോഗിച്ചത് NDA സർക്കാർ എന്ന കാര്യമായിരുന്നു. NDA എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച പ്രധാനപ്പെട്ടമായി. BJP എന്നല്ല, NDA സർക്കാർ എന്നുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. അതിനുശേഷം NDA MP നേതാവായി തെരഞ്ഞെടുത്ത യോഗത്തിൽ, NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുമ്പോഴും ഈ മുന്നണിയുടെ കെട്ടുറപ്പിനെ കുറിച്ചടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ BJPക്ക് ഇനി നിലപാടുകൾ കൈക്കൊള്ളാൻ കഴിയൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി സത്യപ്രതിജ്ഞയിലേക്ക് വരികയാണെങ്കിൽ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്ര തലവന്മാർ അടക്കം ഇവിടേക്ക് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് മോടി കൂട്ടാൻ, അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുണ്ട്. വലിയ ആഘോഷ പരിപാടികൾക്കാണ് ഇന്ന് രാഷ്ട്രപതി ഭവൻ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അവിടുത്തെ അവസാനവട്ട ഒരുക്കങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്? എത്തിയിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെ? ആര്യ, മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വിപുലമായ സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെയാണ് ഇത്തവണ നിശ്ചയിച്ചിരുന്നത്. ഇത്തവണ BJP 400-ന് മുകളിൽ NDAക്ക് സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആദ്യം പറഞ്ഞു കേട്ടത് ഒന്ന് കർത്തവ്യ പഥിലോ അല്ലെങ്കിൽ ഭാരത് മണ്ഡപത്തിലോ ആയിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം രാഷ്ട്രപതി ഭവനിൽ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താം എന്ന തീരുമാനത്തിലേക്ക് BJP എത്തുകയായിരുന്നു. അപ്പോഴും അതിൻ്റെ പകിട്ടിനൊന്നും കുറവ് വരുത്തിയിട്ടില്ല. ഏതാണ്ട് 8000-ലധികം ആളുകളെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്ന് BJP അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 7 രാഷ്ട്രത്തലവന്മാരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ഒന്ന് ശ്രീലങ്കൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. വിക്രമസിംഗെ ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ റിസൾട്ട് വന്നതിന് തൊട്ട് പിന്നാലെ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കുകയും അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമതായി മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മിസുവിനെ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹവും അല്പം മുമ്പ് ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടി ഡൽഹിയിൽ എത്തിച്ചേരുകയും ചെയ്തു. മാൽദീവ്സുമായി അത്ര നല്ല ബന്ധമല്ല മാൽദീവ്സിന് സമീപകാലത്ത് ഇന്ത്യയുമായുള്ളത്. ചൈനയോട് മാൽദീവ്സ് അടുക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ
ഇന്നത്തെ സന്ദർശനത്തിന് അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം ഏതായാലും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. മൂന്നാമതായി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന ഇന്നലെ തന്നെ ഇന്ത്യയിൽ എത്തിച്ചേർന്നിരുന്നു. ഷെയ്ഖ് ഹസീനയും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കും. ഇതിന് പുറമെ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പകമൽ പ്രചണ്ഡ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തിയിട്ടുണ്ട്. ഒപ്പം മൗറീഷ്യസ് പ്രധാനമന്ത്രിയും ഇന്നത്തെ ചടങ്ങിലെത്തും. അങ്ങനെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അയൽ രാജ്യങ്ങളിൽ നിന്നായി 7 രാഷ്ട്രതലവന്മാരാണ് ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നത്. കഴിഞ്ഞ 2 തവണയും 2014 ആയിക്കോട്ടെ 2019 ആയിക്കോട്ടെ സമാനമായ രീതിയിലുള്ള രാഷ്ട്രതലവന്മാരെ ചടങ്ങിനായി ക്ഷണിച്ചിരുന്നു. അന്ന് 2014 സാർക്ക് രാജ്യങ്ങളുടെ തലവന്മാരായിരുന്നെങ്കിൽ കഴിഞ്ഞ തവണ ബിംസ്റ്റെക് രാജ്യങ്ങളിൽ നിന്നുള്ള തലവന്മാരാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയത്. അങ്ങനെ വിവിധ രാഷ്ട്രതലവന്മാരെ പങ്കെടുച്ചുകൊണ്ട് തന്നെയാണ് ഈ 3 തവണയും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിന് പുറമെ സിനിമ, സാംസ്കാരിക രംഗത്ത്, കലാരംഗത്തെ പ്രമുഖരെയൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം സെൻട്രൽ വിസ്ത പദ്ധതി അതിന്റെ ഭാഗമായി പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് സമീപകാലത്താണ്. അതിന്റെ നിർമ്മാണത്തിൽ പങ്കുവഹിച്ചവർ, തൊഴിലാളികൾ തുടങ്ങിയവരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അത്തരം അങ്ങനെ വിപുലമായ എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു വിപുലമായ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഉള്ളത്. പ്രത്യേകിച്ച് രാഷ്ട്രപതി ഭവനും പരിസരവും ഒക്കെ തന്നെ വലിയ സുരക്ഷാ വലയത്തിൽ ഇതിനോടകം തന്നെ സുരക്ഷാ സേനാംഗങ്ങളെയാണ് സമീപത്തുമായി വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി പൂർണ്ണമായി ഡൽഹി ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയാം. 7:15 ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും 7:15 പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. അതിന് തൊട്ടു പിന്നാലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. ഒരുപക്ഷെ 40-ലധികം പേരുടെ പട്ടിക ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 8:30-8:45 വരെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ, അവിടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3ാം മോദി സർക്കാരിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതിൽ 71 മന്ത്രിമാരിൽ 20 പേർക്ക് മാത്രമാണ് ഇത്തവണ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3ാം മന്ത്രിസഭയിൽ കൂടുതൽ പുതുമുഖങ്ങൾക്കുള്ള സാധ്യത അതിൽ കൂടി കാണുന്നില്ലേ? അങ്ങനെ പറയാം. പക്ഷേ അപ്പോൾ പോലും പരിചയസമ്പന്നരായ മന്ത്രിമാർക്ക് മാറ്റമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം എസ് ജയശങ്കർ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, കിരൺ റിജു തുടങ്ങിയവരൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാരിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവരാണ്. അപ്പോൾ അവരെല്ലാവരും തന്നെ ഏതായാലും ഈ സർക്കാരിലുമുണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ മുൻപരിചയമുള്ള പരിചയസമ്പന്നരായ മുതിർന്ന നേതാക്കളെയൊക്കെ തന്നെ ഇത്തവണയും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ പോലും ചില പുതുമുഖങ്ങൾ, ആര്യ സൂചിപ്പിച്ച പോലെ പുതുമുഖങ്ങൾ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് വനിതാ നേതാക്കളുടെ പട്ടിക എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് വെസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള കമൽജീത് ഷെറാവത്തിനെ BJP പരിഗണിക്കുന്നു. നേരത്തെ ഡൽഹിയിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുള്ള മഹിളാ മോർച്ചയിലൂടെ വന്ന നേതാവാണ് കമൽജീത് ഷെറാവത്ത്. അപ്പോൾ വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് വിജയിച്ച കമൽജീത് ഷെറാവത്തിനെ ഇത്തവണ ഏതായാലും പരിഗണിക്കുന്നുണ്ട് BJP. ഒപ്പം രക്ഷാ ഖഡ്സെയും മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവാണ്. റാവേറിൽ നിന്നുള്ള വിജയിച്ച ലോക്സഭാംഗമായ നേതാവാണ്. അവരെയും പരിഗണിക്കുന്നു. അങ്ങനെ ഒരു പരിചയസമ്പന്നരായ നേതാക്കളെയും ഒപ്പം തന്നെ യുവാക്കളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പട്ടികയാണ് ഏതായാലും പുറത്തു വരുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സർക്കാരിനെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഘടകകക്ഷികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നു എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ തുടക്കകാലത്ത് JDU NDAയുടെ ഭാഗമായിരുന്നു. ബീഹാറിൽ നിന്ന് വിജയിച്ചത് JDUവും BJPയും ഒരുമിച്ച് മത്സരിച്ചാണ്. പക്ഷേ JDUവിന് ഒറ്റ മന്ത്രിസ്ഥാനം പോലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇന്നിപ്പോൾ 2 പേർ JDUവിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ശിവസേനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ശിവസേനയും ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ആനന്ദ് ഗീതെ ആയിരുന്നു ശിവസേനയുടെ കേന്ദ്രമന്ത്രി. അതും താരതമ്യേന അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത ഒരു വകുപ്പാണ് ശിവസേനയ്ക്ക് നൽകുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ശിവസേന മറ്റ് 2 പാർട്ടികൾ, അതായത് മഹാരാഷ്ട്രയിൽ തകർന്നടിയുമ്പോൾ പോലും 8 സീറ്റുകളിൽ ഷിൻഡെ വിഭാഗത്തിന് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി കണ്ടുകൊണ്ട് അവരെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ ഏതായാലും ശിവസേന നേതാവും ഉൾപ്പെടുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല കഴിഞ്ഞ തവണയൊക്കെ ഒറ്റ സീറ്റുകൾ വിജയിച്ച അല്ലെങ്കിൽ ചെറു പാർട്ടികളൊക്കെ മുഴുവനായി പരിഗണിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് ചായ സൽക്കാരത്തിന് വിളിച്ച MP-മാരുടെ കൂട്ടത്തിൽ ഒറ്റ സീറ്റുകൾ വിളിച്ച MP-മാരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൂട്ടുകക്ഷി സർക്കാരിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന നീക്കം BJP അതിന്റെ ഒരു ആദ്യ ശ്രമം അല്ലെങ്കിൽ ശരി. രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഒരിക്കൽ കൂടി